ലോകത്താദ്യമായി തെങ്ങ് ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആദ്യത്തെ സങ്കര ഇനം തെങ്ങ് തൈ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്ത സ്ഥാപനമെന്ന നിലയ്ക്ക് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം കാർഷിക ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സ്ഥാനം അലങ്കരിക്കുന്നു. കേരളത്തിലെ പ്രധാന വിളകളായ തെങ്ങ്, കുരുമുളക്, കശുവണ്ടി എന്നിവയുടെ ഉൽപാദനത്തിന് ആക്കം കൂടി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടുന്ന ഉത്തരമേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കാർഷിക ഗവേഷണ ഫലങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന ഭാരിച്ച ചുമതലയാണ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം നിർവഹിച്ചുവരുന്നത്. കാർഷിക ഗവേഷണ മേഖലയിൽ 100 വർഷത്തെ സ്തുത്യർഹ സേവനങ്ങൾ നൽകി വരുന്ന ഈ ഗവേഷണ കേന്ദ്രം ഇപ്പോൾ ശതാബ്ദിയുടെ നിറവിലാണ്. കേരള സംസ്ഥാനത്തെ നാളികേര വികസനത്തിന് നേതൃത്വം വഹിക്കുക, നെല്ല്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുവിളകൾ എന്നിവയുടെ പരിശോധനാ നിർണയ കേന്ദ്രമായി പ്രവർത്തിക്കുക, മഞ്ചേശ്വരം ഉപകേന്ദ്രം, പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം എന്നിവയുടെ മേൽനോട്ടം വഹിക്കുക തുടങ്ങിയവയും പീലിക്കോട് ഗവേഷണ കേന്ദ്രത്തിന്റെ മുഖ്യ ചുമതലകളാണ്. ഇതിനു പുറമെ കർഷകരുടെ കൃഷിസ്ഥലങ്ങൾ പരിശോധിച്ച് വിള പരിപാലന മുറകൾ നിർദ്ദേശിക്കുക എന്ന കടമയും ഈ സ്ഥാപനത്തിനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ മാസം 13, 14 തീയതികളിൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും കാർഷിക സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വേറിട്ട കാർഷിക മാതൃകകൾ മുഖാമുഖം പരിപാടി മികച്ച കർഷക പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. കറുത്ത പൊന്നിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം നെല്ലിനങ്ങളിൽ, ഒപ്പം കാസർഗോഡ് കുള്ളൻ പോലെയുള്ള നാടൻ ഇനങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സരോജിനി KP, വലിയ പറമ്പ പഞ്ചായത്ത്. കാസർഗോഡ് കുള്ളൻ വാങ്ങി, അത് 2 പ്രസവം കാസർഗോഡ് കുള്ളൻ്റെ തന്നെ ആയിരുന്നു. ഇപ്രാവശ്യം കാളകൂട്ടാൻ നോക്കുമ്പോൾ അത് ബീജം കിട്ടാനില്ല. അതിനെന്ത് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ എല്ലാ മൃഗാശുപത്രികളിലും കാസർഗോഡ് കുള്ളൻ വിത്ത് ഇപ്പം ശേഖരിച്ചിട്ടുണ്ട്. ആ വിത്തുകൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. സാധാരണമായിട്ട് കർഷകർ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർമാരെ സംബന്ധിച്ചിട്ട് കാള കൂട്ടണം എന്ന് മാത്രം പറയുന്നല്ലാണ്ട് അവരുടെ പശുവിൻ്റെ ഡീറ്റെയിൽസ് പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മൃഗാശുപത്രിയിലും കാസർഗോഡ് കുള്ളൻ പശുവിൻ്റെ വിത്ത് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗപ്പെടുത്താം. ജോൺസൺ വെളിയത്ത്, ചെറുപുഴ പഞ്ചായത്ത്, തിരുമേനി താമസം. ഈ മഴ അങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം കൊടിക്ക് പരക്കെ വാട്ടം കാണുന്നു. കൊടി വാടി മുളക് പൊഴിയുന്നുണ്ട് മുളക് പറിക്കുന്നതിന് മുമ്പ്. അതെന്താ ഇതിന് കാരണം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മൾ ചെയ്യേണ്ടത് മുളക് പറിച്ചതിന് ശേഷം നല്ലതായിട്ട് നനച്ചു കൊടുത്ത് പൊതയിട്ട് കൊടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേറെ ഒന്നും ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. നന്നായിട്ട് പൊത വെച്ച് കൊടുക്കുക, സൈഡിലേക്കൂടെയും ഓല വെച്ച് മറച്ചു കൊടുക്കുക. അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഏത് ഇനമാണെന്ന് പറഞ്ഞില്ല. കരിമുണ്ട. മുളക് പറിച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞു, എന്തുകൊണ്ടാണ് ലേറ്റായി പോയത് എന്നാണ് ചോദ്യം. ആണോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ പറിച്ചു കഴിഞ്ഞു ഒരുമാതിരി. അപ്പം ഇതല്ലെങ്കിൽ 2 തരത്തിലുണ്ട്. ഇപ്പം മീലി മൂട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ നോക്കണം. അതിൻ്റെ മുകളിലെ ഭാഗത്തോ തണ്ടിൻ്റെ ഏറ്റവും പ്രധാന തണ്ടിൻ്റെ മേലെ ഭാഗത്തോ അല്ലെങ്കിൽ വേരുകളിലേക്കോ മീലി മുട്ടയുടെ സാന്നിധ്യമുണ്ടോ എന്നും കൂടെ ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇതിനു വേണ്ടി നമ്മുടെ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. കുഞ്ഞമ്പൂ PP, ഞാൻ ഇവിടെ കൊടക്കാട് വെള്ളച്ചാലിലാണ്. ഈ കാസർഗോഡ് കുള്ളിന് പാലുൽപാദനം കുറയും, ഗുണമേന്മ അധികമുണ്ട്. പക്ഷേ അതേ സമയത്ത് രോഗപ്രതിരോധ ശക്തി പശുവിന് മാത്രമല്ല മനുഷ്യന് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്നത് പശുവിന് രോഗപ്രതിരോധ ശക്തി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ പശു ഉണ്ടാക്കുന്ന പാൽ നമ്മൾ കുടിക്കുമ്പോൾ, അതായത് ആ പാലിന് നല്ല ഔഷധീയ ഗുണം ഉണ്ട്. അതുകൊണ്ട് ആ പാൽ കുടിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കുറയും, അതുപോലെ തന്നെ ആരോഗ്യം കൂടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ പേര് എബി എന്നാണ്. ബളാൽ പഞ്ചായത്ത്, കാസർഗോഡ്. താമസം കനകപ്പള്ളി എന്നാണ്. ഇവിടെ പന്നിയൂർ 8 എന്ന് പറയുന്ന ആ പുതിയ ഇനത്തിന്
ദ്രുതവാട്ടത്തെ ചെറുക്കാൻ കഴിവുണ്ടെന്ന് കുറച്ചൊക്കെ കഴിവുണ്ടെന്ന് പറയുന്നു. അത് ശരി തന്നെയാണോ? അത് ശരി തന്നെയാണ്. ആണല്ലേ. ദ്രുതവാട്ടത്തെയും വരൾച്ചയെയും ഒരു പരിധിവരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. വേറെ ഈ ഇനത്തിൽപ്പെട്ട വേറെ ഏതെങ്കിലും ഉണ്ടോ മേഡം അതുപോലെയുള്ള? ഈ പന്നിയൂർ 8ന്റെ സീരീസിൽ ദ്രുതവാട്ടത്തെ ചെറുക്കാനുള്ള കഴിവുള്ളത്? ദ്രുതവാട്ടത്തെ ചെറുക്കാൻ ഇപ്പൊ നിലവിലുള്ളതിൽ നമ്മുടെ ഇനങ്ങളിൽ പന്നിയൂർ 8 വെറൈറ്റികളിൽ നല്ലത്. പിന്നെ മേഡം ഈ പന്നിയൂർ 5 തെങ്ങിനും കവുങ്ങിനും വേണ്ടി ഉള്ളതാന്ന് പറയുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ് മേഡം അത് അങ്ങനെ പറയുന്നത്? തെങ്ങിനും കവുങ്ങിനും വേണ്ടിയുള്ളതെന്നല്ല, അത് തണലിൽ അതിജീവിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് പറയുന്നത്. സാധാരണ മരത്തെ കയറിയാൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. താങ്ക് യു. ഞാൻ കക്കയിൽ ദാമോദരൻ, ചെറുതാഴ് പഞ്ചായത്തിൽ നിന്ന്. വളരെയധികം ശുശ്രൂഷ നെൽകൃഷി, നെല്ലുണ്ടാക്കുന്നു, വരുന്നെല്ലിന് ഒന്നും ചെയ്യുന്നില്ല, അത് നശിക്കുന്നുമില്ല. അത് നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? വരിനെല്ല് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഒന്നാം വിളയിൽ അത് നന്നായിട്ട് വളരും. അതിൻ്റെ വിത്തെല്ലാം സാധാരണ ഇനങ്ങൾക്ക് മുന്നേ ആയിട്ട് അത് കൊഴിഞ്ഞു വീഴും. പണ്ട് കാലത്ത് വരിനെല്ല് തന്നെ പട്ടിണിയിൽ കഴിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ വിത്തിൻ്റെ പ്രത്യേകത സാധാരണ നെല്ലിനേക്കാളും മുന്നേ തന്നെ കൊഴിഞ്ഞു വീണ് അവിടെ മണ്ണ് കിടക്കും. പക്ഷെ രണ്ടാം വിളയിൽ അത് ഉറങ്ങിക്കിടക്കുകയ്യ. അതുകൊണ്ടാണ് വരിനെല്ലുള്ള മേഖലകളിൽ ആൾക്കാർ ഒന്നാം വിള ചെയ്യാതെ രണ്ടാം വിള ചെയ്യാറുണ്ട്. ഇത് അധികമാവാനുള്ള ഒരു കാരണം ആദ്യത്തത് കൃഷി ചെയ്യാത്തത് തന്നെ, ഒന്നാമത്തെ റീസൺ. കാരണം ഒന്നാമത്തെ വിളയിൽ കൃഷി ചെയ്യാതിരിക്കുമ്പോൾ അവിടെ വളർന്ന് അതിന് ആരും കൃഷിയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അത് കളയും. ഒന്നുകിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആദ്യം തന്നെ കളയും, പിന്നെ ഞാറ് നടുന്ന സമയത്ത് കളയും. അങ്ങനെ കളഞ്ഞിട്ട് അതിൻ്റെ ഒരു നാശം നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കളയലുണ്ടായിരുന്നു പണ്ട് കൃഷി ചെയ്യുമ്പോൾ. ഇപ്പോൾ കൃഷി ചെയ്യാതിരിക്കുമ്പോൾ അവിടെ തന്നെ മൊത്തം വീണ് അത് അടുത്ത കൃഷിയിൽ വീണ്ടും വരുന്നു. അതങ്ങനെ കൂടി വരുന്നു. അത് ആ വീഴുന്ന വിത്തുകൾ അത്രയും ഇരട്ടിയായിട്ട് നമ്മൾ പിറ്റത്തെ വർഷമൊക്കെ വരികയാണ്. കൃഷി ചെയ്യാതെ നമ്മൾ ഇട്ടാലും 2 വർഷം അതിന് ഉറങ്ങിക്കിടക്കാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് അത് വീണ്ടും വരും. പിന്നെ ഇതിൻ്റെ വേറൊരു ചില വിത്തുകൾ ഇടുമ്പോഴും അവിടെ ഉറങ്ങിക്കിടക്കുന്നത് ഉണരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പണ്ട് കർഷകർ പറയാറുള്ളത്, വിത്തിൻ്റെ മണം കേൾക്കുമ്പോൾ വരിനെല്ല് ഉണരാറുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി ഇതിനെ ഈ അവസ്ഥയിൽ, ഞാൻ ഈ അവസ്ഥ പറഞ്ഞതാണ്, എങ്ങനെ ഇത്രയധികം വരിനെല്ല് നമ്മുടെ നാട്ടിലെത്തി എന്നുള്ളതിൻ്റെ ഒരവസ്ഥ പറഞ്ഞത്. ഇനി ഈ അവസ്ഥയിൽ നമ്മൾ കൃഷി ചെയ്യാൻ എല്ലാവരും അങ്ങ് പുറപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എങ്ങനെ ഇതിനെ നശിപ്പിക്കും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ. അതിൽ ഒന്ന് പറയാനുള്ളത്, ഒരുപാട് ഉള്ള സ്ഥലത്ത് ഒരു വലിയ മിഷൻ എന്ന രീതിയിൽ നമ്മൾ ഒരു കർഷകനെ മാത്രമായിട്ടോ ഒരു വലിയൊരു ഏരിയയിൽ വരുന്നെല്ലുണ്ടെങ്കിൽ ഒരുപാട് ആൾ ചെയ്യുന്നില്ല, ഒരാൾ മാത്രം ചെയ്യുന്നു പറഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം അപ്പുറത്തെല്ലാം വരും. പഞ്ചായത്ത് തലത്തിലോ പാടശേഖര സമിതി തലത്തിലോ ഇതിനായിട്ടൊരു മിഷൻ ഏർപ്പാടാക്കി അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ഹരിത കേരളത്തിലൊക്കെ ഒരുപാട് പദ്ധതികൾ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ അതിനായിട്ടൊരു പദ്ധതി ആക്കി അതിന് കർഷകർക്ക് സാമ്പത്തികമായി കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ആദ്യത്തെ മഴയ്ക്ക് നന്നായിട്ടൊന്ന് ഉഴുതിടുക. അപ്പോൾ കുറേയൊക്കെ മുളക്കും. പിന്നീട് ഈ മുളച്ചതിനൊന്നുകൂടെ വീണ്ടും ഉഴുതിടുക. അങ്ങനെ ഒരു 2-3-4 തവണ ഉഴുത് അതിൽ ചേർക്കുക എന്നുള്ളതാണ് ഒരു വിദ്യ. രണ്ടാമത്തെ ഒരു വിദ്യ, നടുന്നത് നമ്മൾ വാളിച്ചു എന്നല്ലാതെ വരി പിടിച്ച് നടുക. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം, ഈ കർഷക തൊഴിലാളികൾ ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്ന ആളില്ല എന്നുള്ളതാണ്. അതാണ് വേറെ രണ്ടാമത്തെ പ്രശ്നം. ഞാൻ ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞു, കൃഷി അന്യവൽക്കരണം. രണ്ടാമത്തെ പ്രശ്നം, കർഷക തൊഴിലാളികളെ ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുമില്ലാത്തത്. അപ്പോൾ വരി പിടിച്ച് നടുമ്പോൾ 2 വരിക്ക് ഇടയിലുള്ള സംഗതിനെ നമ്മൾ വരുന്നെല്ലാണെന്ന് പറഞ്ഞിട്ട് കണ്ണും പൂട്ടിയിട്ടും കളയാം ആണല്ലോ. പിന്നെ ഉള്ളത് ആ വരിക്കിടയിലുള്ള പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതായത് വരി നട്ടതിൻ്റെ നുരികൾക്കിടയിലുള്ള വന്നതിൻ്റെ കുറച്ചുണ്ടാവും എന്തായാലും അവിടെ. അപ്പോൾ രണ്ടാമത്തെ വിദ്യ അതാണ്. മൂന്നാമത്തത്, നമ്മുടെ നെല്ല്, ഈ വരിനെല്ല് പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു മിഷൻ ആരംഭിക്കുമ്പോൾ വയലറ്റ് കളറില്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചേ, ജപ്പാൻ വയലറ്റ്, ചൈന സിൽക്ക്, അതുപോലുള്ള നെല്ലിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ 1-2 വിള എടുക്കുക. അപ്പോൾ ഏത് കണ്ണുപൊട്ടനും ഏത് ആൾക്കാർക്കും പോയാൽ വയലറ്റ് അല്ലാത്തതിനെ നമുക്ക് കളയാലോ, അത് വരുന്നല്ലാണ് അല്ലേ എന്നില്ല വെച്ച്. അപ്പോൾ 1-2 വിളകളിൽ ഇങ്ങനൊരു മിഷനാക്കി അതിനെ കളഞ്ഞുകൊണ്ടുള്ളത് നമുക്ക് ഇതൊരു വലിയ പ്രശ്നമാണ് ഞാൻ കണ്ടിട്ടുള്ളതും പല കർഷകരുടെ ഇടയിൽ. പക്ഷേ സംഭവം 1-2 കർഷകരെ ഇതിന് വരുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും ഇടുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്കത് നടത്താൻ പറ്റില്ല. അതിനൊരു പഞ്ചായത്ത് തലത്തിൽ തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഹരിത കേരളത്തിൽ ഈ വരിനെല്ല് നിവാരണ യജ്ഞം എന്നുള്ള തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് ചെയ്യുന്നതായിരിക്കും.
പേര് തമ്പായി, ചെറുവത്തൂർ പഞ്ചായത്തിൽ നിന്ന് വരുന്നു. നെൽകൃഷി ഇപ്പോൾ 7, 1, 2, 3 അത് വഞ്ചമേടം തന്നെ വിത്ത് എനിക്ക് തന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് 2012. അപ്പോൾ നല്ല വിളവായിരുന്നു. മേഡം അവിടെ വന്ന് അത് കണ്ടിരുന്നു. പക്ഷേ അത് വെള്ളത്തിൽ കുതിർന്ന് കതിര് മാത്രം എടുക്കാൻ വേണ്ടി മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ 7, 4 കൃഷി ചെയ്ത് നോക്കിയിട്ടില്ല. അവിടെ ആ സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഇപ്പോൾ മുണ്ടകം കൃഷിയാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം അരിഞ്ഞെടുക്കാം. പക്ഷേ 7 അരിയാന്നുള്ളത് അറിയില്ല. ഇപ്പാന്ന് മേഡം പറയുന്നത് അരിഞ്ഞെടുത്താൽ വെള്ളത്തിൽ കുതിർന്ന് പോകില്ല എന്നുള്ള സത്യം. അത് എത്ര ദിവസം കഴിഞ്ഞാണ് അത് അരിഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. അരിഞ്ഞെടുക്കേണ്ടത് ഞാൻ ജൈവയുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഓരോ മണ്ണിനനുസരിച്ചിട്ടായിരിക്കും ഈ ഇനങ്ങളുടെ പെർഫോമൻസ്. നമ്മൾ നാടൻ ഇനങ്ങളുടെ പ്രത്യേകതയും പറയുന്നത് ലൊക്കേഷൻസ്, നമ്മൾ ഉണ്ടാക്കുന്ന ഇനങ്ങളായാലും ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് വേണമെന്നുള്ളതാണ്. നിങ്ങളുടെ അതിൽ വെള്ളത്തിൽ വീഴാനുള്ള കാരണം അവിടെ വെള്ളക്കെട്ടാണ്, ഇങ്ങനെ വന്ന് കിടന്നിക്കുന്നൊരു വെള്ളമാണ്, അല്ലാതെ ഒഴുകി പോകുന്ന വെള്ളമല്ല. അപ്പോൾ ജൈവ ആയിരിക്കണം അവിടെ നന്നായിട്ട് ഉയരം വെച്ച് വീണിട്ടുണ്ടാവുക. ആ വെട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കണ്ണി തിരിയില്ലേ, ഇല തിരിയുന്ന അവിടെ വെച്ചിട്ട് വെട്ടാം. പക്ഷേ കതിര് വരാനാകുമ്പോഴത്തേക്ക് 1 മാസത്തിന് മുമ്പേ അവിടെ നിർത്തണം. കാരണം നമ്മളെ മുണ്ടോം പോലെയല്ല, മുണ്ടം എന്ന് പറഞ്ഞാൽ 10 മാസം മൂപ്പുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സമയത്തിന് പ്രശ്നമല്ല. ഇതാ തിരിയുന്നെടുക്ക വെച്ച് ഒരു പ്രാവശ്യം വരുന്നു, ഒരു പ്രാവശ്യം കൂടെ വരുമ്പോൾ ഒന്ന് വെട്ടി മാറ്റാം. എൻ്റെ പേര് കുഞ്ഞമ്പു നായർ, പരപ്പ, കാസർഗോഡ് ജില്ല. മാഡം, നെൽകൃഷിയെ സംബന്ധിച്ചാണ്. നാടൻ ഇനങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, മുമ്പേ ചെയ്തിരുന്നു. ഇന്ന് പക്ഷേ വിത്തുകൾ ലഭ്യമല്ല. പഴയ പുനഃകൃഷി അക്കാലത്ത് ചെയ്തിരുന്ന വിളകളെക്കുറിച്ച് അതിൻ്റെ പേരുകളൊക്കെ അറിയാം. ഇന്ന് നാടൻ ഇനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ അഭാവം, കൃഷി ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളില്ല. പിന്നെ തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പ് കർഷകന് ഭക്ഷ്യസുരക്ഷ എന്നൊക്കെ പറയുമെങ്കിലും അതിൽ പ്രായോഗികത ഇല്ല. ഇതിനൊക്കെ പരിഹാരങ്ങൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നാടൻ വിത്തുകളെ സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും ഏജൻസികളുണ്ടോ? പിന്നെ അതുപോലെ തന്നെ പുതിയ തലമുറക്ക് കൃഷിയോട് താല്പര്യമുണ്ട്, പക്ഷേ രക്ഷിതാക്കൾ ഒരിക്കലും പുതിയ തലമുറയെ കൃഷിയിലേക്ക് വിടുന്നില്ല എന്നുള്ളൊരു നഗ്നസത്യവും കൂടെയുണ്ട്. അപ്പോൾ പുതിയ തലമുറക്ക് പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനം കൊടുക്കാനുള്ള ഏർപ്പാടുകളുണ്ടോ? ഒന്നാമത്തത് നാടൻ ഇനങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ, കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുമോ എന്നുള്ളതാണ്. നാടൻ ഇനങ്ങൾ പണ്ട് മുതലേ തന്നെ സംരക്ഷിച്ച് വരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനും കാലഘട്ടത്തിനും അനുസരിച്ചിട്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളതാണ് അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ. നാടൻ നെല്ലിനങ്ങൾ നേരത്തെ പശുവിൻ്റെ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് ഡൽഹി മുതൽ നമ്മുടെ തൃശ്ശൂർ സബ്സ്റ്റേഷൻ വരെയിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ. അതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല. അത് നിങ്ങളുടെ ഇപ്പോൾ കൃഷിഭവൻ വഴി ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യമാണ് എന്നുള്ളൊരു റിക്വസ്റ്റ് കാർഷിക സർവകലാശാലയ്ക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൺസേൺഡായ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവർ കൊടുക്കും, ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര ക്വാണ്ടിറ്റി വേണമെന്ന്. അപ്പോൾ അതിൽ നിന്ന് ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നാടൻ ഇനങ്ങളുടെ സംരക്ഷിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുക്കുകയാണ്. അതായത് നാടൻ ഇനങ്ങളെല്ലാം നശിച്ചു പോയി, അത് നിലവിലില്ല എന്നൊക്കെ. അതൊക്കെ ഉണ്ട്, പക്ഷെ അത് കർഷകർക്ക് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്താൽ കിട്ടും. രണ്ടാമത്തേത് തൊഴിലാളികളെ കിട്ടാത്തതും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ വിത്തില്ലാത്തത് കൊണ്ടോ സാങ്കേതിക വിദ്യ ഇല്ലാത്തത് കൊണ്ടോ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൽ പോളിസി ലെവലിലുള്ള മാറ്റങ്ങളടക്കം നമുക്ക് വേണ്ടതുണ്ട്. അതിലൊന്ന്, പുതുതലമുറ വരാത്തതിനുള്ള ഒരു കാരണം പുതുതലമുറക്ക് ഈ ഒരു കൃഷിയിലേക്കുള്ളത് സർക്കാർ തലത്തിൽ നമുക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു കർഷകരെ ആദരിക്കുന്നില്ല. നമ്മൾ ജനിച്ചു വരുമ്പം തന്നെ കൃഷി നഷ്ടക്കച്ചവടം എന്നുള്ളതാണ് നമ്മുടെ മക്കൾ കേട്ട് വളരുന്നത്. അപ്പോൾ നഷ്ടക്കച്ചവടത്തിലേക്ക് എന്തിനു ഇറങ്ങണം എന്നുള്ളതുണ്ട്. പിന്നൊന്ന്, കർഷകർക്ക് എന്താണ് വില കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം കൊണ്ട് പറയാം, റിസർവേഷൻ അടക്കം നമ്മൾ കർഷകർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം മക്കൾ വരണമെങ്കിൽ ജാതിമത ഭേദമന്യേ, പല സെമിനാറുകളും ഇവിടെ പങ്കെടുത്തതിൻ്റെയാണ് അറിയാവുന്നത്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ജാതിമത ഭേദമന്യേ അല്ലെങ്കിൽ ജാതി മതങ്ങൾക്കും അതേപോലെ അവരവരുടെ ഉദ്യോഗത്തിൻ്റെ ലെവലിൽ നമ്മൾ റിസർവേഷൻ കൊടുക്കാറുണ്ട് നമ്മുടെ എഡ്യൂക്കേഷനിൽ.
KSRTC ജീവനക്കാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കൾക്ക് എഡ്യൂക്കേഷനിൽ റിസർവേഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് എന്നുള്ളത് വളരെ കുറവാണ്. മറ്റുള്ള എല്ലാ പ്രൊഫഷനിലായാലും ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്ന അല്ലെങ്കിൽ ആർക്കും റിസർവേഷൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസർവേഷൻ കൊടുക്കുകയാണെങ്കിൽ അപേക്ഷ മുതൽ ഞാൻ കർഷകൻ്റെ മകനാണ് എന്ന് എഴുതും. പുറം രാജ്യങ്ങളിലൊക്കെ കർഷകരുടെ മക്കളാണ് ഫ്രണ്ടിൽ വന്ന് ഐ ആം ദി സൺ ഓഫ് എ ഫാമർ എന്നൊക്കെ PTA മീറ്റിങ്ങിൽ പറയാം. പക്ഷെ നമ്മളെവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതെന്തുകൊണ്ടാണ്? കർഷകന് കൊടുക്കുന്ന വില പോലെയാണ്. അതുപോലെ തന്നെ മീഡിയ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുക കർഷകൻ്റെ ഒരു അവാർഡായിരിക്കില്ല, മറ്റുള്ള അവാർഡുകളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോളിസി മുതൽ മറ്റുള്ള എല്ലാ രംഗങ്ങളടക്കം മാറ്റേണ്ടതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കർഷക തൊഴിലാളികളെ നമുക്ക് കിട്ടേണ്ടത് തൊഴിലുറപ്പ് വരുന്നില്ല എന്നുള്ളത്. അതിലൊരു പരാതി പറയാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതാണ്, അതിൽ കൃഷിയില്ല, പാടം ഒരുക്കേണ്ടത് മാത്രമുണ്ട്, പക്ഷേ കൊയ്യാറാകുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് പരാതി വരിക. അതിന് ഗവൺമെൻറ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹരിത കേരളത്തിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു അജണ്ട, ഓരോ പഞ്ചായത്തിലും ഭക്ഷ്യ ഉറപ്പ് പദ്ധതി, തൊഴിലുറപ്പല്ല ഭക്ഷ്യ ഉറപ്പ് വരുത്താൻ വേണ്ടി കുറച്ച് മിനിമം ആൾക്കാരെ എടുത്തുകൊണ്ടുള്ള ഗവൺമെൻറ് ജോലിക്ക് എല്ലാവരും വരും. പക്ഷേ മിനിമം വേതനേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം വേതനം കൊടുത്തു കഴിഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കുന്ന ആ ഒരു അവസ്ഥ വരാൻ പാടില്ല. മിനിമം വേതനം കൊടുത്ത് എത്രമാത്രം ആ പഞ്ചായത്തിലെ പ്രൊഡക്ഷൻ കൂട്ടുന്നത്, ആ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് ഒരു ബോണസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷ്യ സുരക്ഷാ സേനേനെ ഓരോ പഞ്ചായത്തിൽ നിങ്ങൾ നിയമിക്കേണ്ടത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പദ്ധതി അവതരിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ പേര് സദാനന്ദൻ, പരിങ്ങൻ, നടക്കാവ്. പശുവിൻ്റെ പാലിൻ്റെ ഫാറ്റ് കൂട്ടാനുള്ള മാർഗം വല്ലതുമുണ്ടോ? അല്ലാതെ ഈ ബീജം കുത്തിവെക്കുന്നതിൽ ആൺ പെൺ തിരിച്ചുള്ള ബീജങ്ങൾ വരുന്നുണ്ട്. അത് ഇതുവരെ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയണം. ആൺ പെൺ തിരിച്ചിട്ട് വരുന്ന വിത്തുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ സർക്കാർ തലത്തിൽ നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് അതിവിടെ ഇല്ല. രണ്ടാമത്തത്, പാലിൻ്റെ SNFും പിന്നെ ഫാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ കുറച്ചിട്ട് നമ്മൾ പച്ചപ്പുല്ലുകൾ കൂടുതൽ കൊടുക്കുക, വൈക്കല്ലുകൾ കൂടുതൽ കൊടുക്കുക, അങ്ങനെ ഫൈബർ ഉള്ള ആഹാരങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോൾ ഫാറ്റ് കൂടും. എൻ്റെ പേര് ചന്ദ്രൻ, ചെറുതാഴം. ധൃതപാട്ടും സ്ലോ പാട്ടുമാണ് വ്യാപകമായിട്ട് കുരുമുളകിന് വായിച്ചിരിക്കുന്നത്. പന്നിയൂർ 1 മുതൽ 8 വരെ വളരെ എല്ലാ പ്രദേശത്തും പന്നിയൂരുണ്ട്. ഇപ്പോഴും ഈ നാടൻ കുരുമുളകും ഉണ്ട്. ഈ നാടൻ കുരുമുളകും പന്നിയൂർ കുരുമുളകും രണ്ടും കൂടെ ഒരു തോട്ടത്തിൽ ചെയ്യുന്നതാണോ ഗുണം, അതല്ല വ്യത്യസ്തമായിട്ട് ചെയ്യണോ എന്ന ഒരു ചോദ്യം. 2, ധൃതപാട്ടും സ്ലോ പാട്ടും കണ്ടുപിടിച്ച് ഇതുവരെയും ഒരു മരുന്ന് കണ്ടുപിടിച്ചില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വരാതിരിക്കാനുള്ള മുൻകരുതൽ ചെയ്യാനുള്ള ഒരു പരിപാടി ഇതുവരെ കണ്ടില്ല. അത് 2. 3, ഈ വെച്ചൂർ പശു എന്ന് പറഞ്ഞ് തൃശ്ശൂർ ഭാഗത്ത് അങ്ങോട്ടേക്ക് വെച്ചൂർ പശു മറ്റൊരു പശു ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെ കുള്ളം പശു. ഈ പശുക്കളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ജേഴ്സി ഇറക്കുമതി ചെയ്തത് നമ്മുടെ പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയല്ലേ? അപ്പോൾ അത് പണ്ടേ നമ്മുടെ ഈ പറഞ്ഞ മൃഗസംരക്ഷണ വകുപ്പും എല്ലാവരും തന്നെ ഈ 2 പശുവിനെ മാത്രം നമ്മൾ പ്രോത്സാഹനം കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കില്ലായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഗുണമേന്മയില്ല, അതായത് എല്ലാവിധ സർവ്വ വിജ്ഞാന കോശം എന്ന് പറഞ്ഞ പോലെ എല്ലാവിധ ഔഷധ ഗുണമുള്ളതാണ് ഈ കുള്ളം പശു എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അത് പുറത്ത് വന്നത്. അതിന് എന്താണ് ദൈവികമായിട്ട് വല്ല മാഹാത്മ്യമുണ്ടോ? കുരുമുളകിൻ്റെ കാര്യത്തിൽ നാടൻ ഇനങ്ങളും അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാടൻ ഇനങ്ങൾ അത്യുൽപാദന സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയാണ് നമുക്ക് ചെയ്യാവുന്നത്. അതേസമയം ചില നാടൻ ഇനങ്ങൾ രോഗകീടങ്ങൾക്ക് പെട്ടെന്ന് വശംവദരാകുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൊടികൾ സംരക്ഷിക്കാനായിട്ട് കുരുമുളക് ഗവേഷണ കേന്ദ്രം പോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളെ നമുക്ക് ഏൽപ്പിക്കാവുന്നതാണ്. അവിടെ ഇത്തരത്തിലുള്ള ഇനങ്ങൾ നശിച്ചു പോകാതെ നമ്മൾ സംരക്ഷിക്കും. പിന്നെ രണ്ടാമത്തെ ചോദ്യം ദ്രുതവാട്ടത്തിൻ്റെയും സാവധാന വാട്ടത്തിൻ്റെയാണ്. ദ്രുതവാട്ടത്തിനും സാവധാന വാട്ടത്തിനുമൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്നതിന് ശേഷമുള്ള പ്രതിവിധികളുടെ പോരായ്മകളാണ്. ഇത് പല കാരണങ്ങളുമുണ്ട്. ഒന്ന് നമ്മൾ മണ്ണിൽ ചെയ്യുകയാണ്. പിന്നെ ഇതിന് ഹേതുവായിട്ടുള്ള അണുക്കൾ വളരെയധികം വർദ്ധിച്ച് ഇരിക്കുവാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അന്തരീക്ഷ ആർദ്രത, അതുപോലെ ചൂടിൻ്റെ നിലവാരം, ഇതെല്ലാം മഴക്കാലങ്ങളിൽ വളരെ ഇത്തരത്തിലുള്ള അണുക്കൾക്ക് ഫേവറബിളായിട്ടാണ് വരിക. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്നാൽ ഈ അസുഖങ്ങൾ വരാതെ സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ
ഇതിനെ ചെറുത്ത് നിൽക്കാൻ, ഉദാഹരണത്തിന് ദ്രുതവാട്ടത്തെ ചെറുത്ത് നിൽക്കാനായിട്ട് ഫീൽഡിൽ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ഇനങ്ങളിൽ പ്രധാനമൊന്ന് പന്നിയൂരെട്ട്, അതുപോലെ വിജയ്, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ISR ശക്തി, തേവം എന്നീ ഇനങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സാവധാന വാട്ടത്തിനാണെങ്കിൽ പൗർണമി എന്നുള്ള ഇനം ഫീൽഡിൽ റൂട്ട് നോട്ട് നിയമാവലികളെ പ്രതിരോധിച്ച് നിൽത്തുന്നതായിട്ടാണ് റിപ്പോർട്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ മറ്റിനങ്ങളുടെ കൂടെ ഇത്തരത്തിലുള്ള പ്രതിരോധശേഷി കുറച്ചെങ്കിലുമുള്ള ഇനങ്ങൾ കൂടി പെടുത്തുകയാണെങ്കിൽ അണുക്കളുടെ വർധനവ് വളരെയധികം ഉണ്ടാവാതെ തടയാനും ഈ അസുഖം ഒരു പരിധിവരെ വരാതെ നോക്കുവാനും നമുക്ക് സാധിക്കും. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെല്ലും മീനും കൃഷിക്ക് ധനസഹായം. മഞ്ഞളിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം പ്രതിഭ. ഫിഷറീസ് വകുപ്പിന്റെ സംയോജിത ഫാമിംഗ് പദ്ധതി പ്രകാരം കുട്ടനാട്ടിലെയും തൃശൂരിലെയും കോൾ നിലങ്ങളിലും മറ്റ് പാടങ്ങളിലും നെല്ലും മീനും കൃഷി ചെയ്യാൻ സാമ്പത്തിക സഹായം നൽകുന്നു. ഫിഷറീസ് വകുപ്പിന്റെ ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. അഡാക്കിന്റെ ആലപ്പുഴയിലും എറണാകുളത്തുമുള്ള ഓഫീസുകളിൽ നിന്നും കൃഷിക്കാവശ്യമായ സാങ്കേതിക ഉപദേശവും ധനസഹായവും ലഭിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന എറണാകുളം ജില്ലാ ക്ഷീരസംഗമം ഫെബ്രുവരി 25 രാവിലെ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തുന്നു. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, ഉപന്യാസം എന്നിവയിൽ മത്സരങ്ങൾ നടത്തുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 25 രാവിലെ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഹാജരാകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9494443830, 9605587240. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ബ്ലോക്ക് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓണാട്ടുകര സുഗന്ധ വ്യഞ്ജന കർഷക ഉൽപാദക കമ്പനി അത്യുൽപാദന ശേഷിയുള്ള പ്രതിഭ മഞ്ഞളിന്റെ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുന്നു. മഞ്ഞൾ വിത്ത് ആവശ്യമുള്ള കർഷകർ കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മഞ്ഞൾ വിത്ത് ഈ മാസം 25-ന് കറ്റാനം കോയിക്കൽ ചന്തയിലെ വിപണന കേന്ദ്രത്തിൽ വെച്ച് വിതരണം ചെയ്യും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0479244968, മൊബൈൽ നമ്പർ 9447790268. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും വിഗോവ, കുട്ടനാടൻ എന്നീ ഇനങ്ങളിലുള്ള താറാവിൻ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താറാവിൻ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള കർഷകർക്ക് ഫോൺ മുഖേന ബന്ധപ്പെടാവുന്നതാണെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിക്കുന്നു. ഫോൺ നമ്പർ 0469271198. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി മാർച്ച് 6 മുതൽ 8 വരെ മുട്ടക്കോഴി വളർത്തൽ, 10-ന് കാട വളർത്തൽ, 14-15 തീയതികളിൽ ആട് വളർത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നടത്തുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047924577778.
കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ ഗ്രാമീണ ഗവേഷക സംഗമം 2017 തിരുവനന്തപുരം മിത്ര നികേതനിൽ വെച്ച് മാർച്ച് 15 മുതൽ 17 വരെ നടത്തുന്നു. കൃഷിയിലും അനുബന്ധ മേഖലകളിലും ഉരുത്തിരിയുന്ന നൂതനവും നവീനവുമായ ആശയങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഗ്രാമീണ ഗവേഷക സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലും ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലും വെച്ച് നടത്തുന്ന ദേശീയ ജൈവ വൈവിധ്യ സമ്മേളനവും പ്രദർശനവും ഫെബ്രുവരി 26 വരെ നടക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,300 രൂപ, കോഴിക്കോട് 13,200 രൂപ, തൃശൂർ 12,300 രൂപ. കൊപ്ര കൊച്ചി 8,400 രൂപ, കോഴിക്കോട് 8,350 രൂപ, തൃശൂർ 8,355 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക മീഡിയം 13,000 രൂപ, ബസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ സേലം 9,600 രൂപ, ഈറോഡ് 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000-നും 20,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,700 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,300 രൂപ, കൊപ്ര 8,400 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 13,000 രൂപ, ചുക്ക് ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 16,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 280-നും 300-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 450-നും 500-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 600-നും 650-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 780 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,700 രൂപ. ഒട്ടുപാൽ 10,400 രൂപ, ലാറ്റക്സ് 9,800 രൂപ. കമ്പോള അവലോകനം. കയറ്റുമതിക്കാരുടെ കടന്നുവരവ് കുരുമുളക് വിപണിയിൽ ഉത്സവ പ്രതീതി ജനിപ്പിച്ചു. സ്റ്റോക്കിസ്റ്റുകളെ ആകർഷിക്കാൻ 200 രൂപ ഉയർത്തി 57,000 രൂപയിലാണ് പുതിയ കുരുമുളകിന്റെ വ്യാപാരം തുടങ്ങിയത്. കയറ്റുമതിക്കാർ 61,000 രൂപയ്ക്ക് ഗാർബിൾഡ് മുളക് ശേഖരിച്ചു. ലഭ്യത ചുരുങ്ങിയതിനാൽ ഉൽപ്പന്നം മികവ് നിലനിർത്താൻ ഇടയുണ്ട്. വിദേശ പാചക എണ്ണകളുടെ നിരക്ക് ഉത്തരേന്ത്യയിൽ താഴ്ന്നത് നാളികേര ഉൽപ്പന്നങ്ങളിൽ സമ്മർദ്ദമുളവാക്കിയെങ്കിലും കൊച്ചിയിലും കോഴിക്കോടും വെളിച്ചെണ്ണ കരുത്ത് നിലനിർത്തി. തൃശൂർ വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. അവധി വ്യാപാരത്തിൽ റബ്ബറിന് നേരിട്ട തളർച്ച കണ്ട് ടയർ കമ്പനികളും ചെറുകിട വ്യവസായികളും നിരക്ക് താഴ്ത്തി. ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് ലാറ്റക്സ് ചെറിയ അളവിൽ വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഏലത്തിന് ആഭ്യന്തര ആവശ്യം ശക്തമാണെങ്കിലും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വാങ്ങലുകാർ സംഘടിത ശ്രമത്തിലാണ്. ഉൽപാദന മേഖലയിൽ ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 1,482 രൂപയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.6, 25.6. കൊച്ചി 34, 24.6. ആലപ്പുഴ 34.6, 25.5. പുനലൂർ 37.5, 20.4. തിരുവനന്തപുരം 34.6, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.